പ്രത്യേകതകളും പ്രാധാന്യങ്ങളും സമയബന്ധിതമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും പൊതുവിഷയങ്ങളിലും വിമർശനങ്ങളിലും ആനുകാലിക സമസ്യകളിലും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ പങ്കുവെക്കുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കുകയും അവന്റെ ജീവിതത്തിലെ ലക്ഷ്യം നിർണയിക്കുകയും അത് നേടിയെടുക്കാൻ ആവശ്യമായ മാർഗദർശനം കാണിച്ചു കൊടുക്കുകയും അത് പഠിപ്പിക്കാൻ പ്രവാചകന്മാരെ നിയോഗിക്കുകയും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യ സമൂഹത്തിന്റെ ഭൂമുഖത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹിക ജീവിതത്തിൽ സംവിധാനിച്ച വളരെ കൃത്യവും സ്പഷ്ടവുമായ ഒരു നടപടിക്രമമാണ് ഇത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ സൂചിപ്പിക്കുന്നത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ, എന്നിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമായ ദൈവികമായ മാർഗദർശനങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഫമൻ തബിഅ ഹുദായ, ആരാണോ ആ മാർഗദർശനം ദൈവികമാണ് എന്ന് മനസ്സിലാക്കിയ ശേഷം അത് തന്റെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിന്റെ നന്മക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷം ഈ ദുനിയാവിലെ തന്റെ ജീവിതം അള്ളാഹു കണക്കാക്കിയ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തുകൊണ്ട് ഫമൻ തബിഅ ഹുദായ, ആരാണോ ആ മാർഗദർശനം അംഗീകരിക്കുന്നതും അനുധാവനം ചെയ്യുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അത്തരം വിഭാഗങ്ങൾക്ക് യാതൊന്നിനെ സംബന്ധിച്ചും ദുഃഖിക്കുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ടി വരില്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് ആവശ്യമായ ഈ ഒരു മാർഗദർശനം ഇസ്ലാം എന്ന ഹുദ ഒരാൾ തന്റെ ജീവിതത്തിൽ പകർത്തിയാൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളെ കുറിച്ച്, അയാളെ കാത്തിരിക്കുന്ന ധന്യമായ ജീവിത മുഹൂർത്തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത് ഇത്തരത്തിലാണ്. സ്വാഭാവികമായും ഇസ്ലാമിക ആശയങ്ങൾ മൗലികമായി ബോധ്യപ്പെടുത്തുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ട് എന്നാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജനിച്ചവരെല്ലാം മരിക്കും എന്ന് പറയുന്നത് പോലെ ഈ അണ്ഡകടാഹങ്ങൾക്ക് മനുഷ്യൻ കണ്ടെത്തിയതുമല്ലാത്തതുമായ ഈ മുഴുവൻ പ്രപഞ്ചത്തിനും ഒരു അന്ത്യമുണ്ട്, ഇതിനൊരു അവസാനമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം മാത്രമല്ല, വിക്കിപീഡിയ അടക്കമുള്ള ആ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തുന്നത് ലോകത്ത് 4000-ൽ പരം മതങ്ങളുണ്ട് എന്നാണ്. ആ 4000-ൽ പരം മതങ്ങളിൽ പ്രബലമായ മതങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിന് ഒരു അന്ത്യമുണ്ട് എന്നാണ് വിശദീകരിക്കുന്നത്. ലോകത്ത് ഒരുപക്ഷെ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലത്ത് നമ്മുടെയൊക്കെ ഇടയിൽ വർദ്ധിത തോതിൽ ഉണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള നിരീശ്വരവാദികൾ, നമ്മുടെയൊക്കെ നാട്ടിലുള്ള യുക്തിവാദികൾ, അവരെ പോലെയുള്ള എണ്ണപ്പെട്ട ചില ആളുകൾ മാത്രമാണ് ഭൂമിയുടെ അന്ത്യത്തെ സംബന്ധിച്ച് ലോകത്തിന് ഒരു അന്ത്യമുണ്ട് എന്ന വസ്തുതയെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളത്. അവർ നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിക്കാറുള്ളത് മനുഷ്യർ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ആ മതങ്ങളുടെ ഭാഗമായിട്ടുള്ള അന്ധവിശ്വാസമാണ് പ്രപഞ്ചത്തിന് അന്ത്യമുണ്ട് എന്നത്. മതങ്ങൾ മനുഷ്യനെ മയക്കുന്നതിന് വേണ്ടി പരിചയപ്പെടുത്തിയ ആശയങ്ങളിൽപ്പെട്ടതാണ് സ്വർഗനരകങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് ആ രംഗത്തുള്ള നിരീശ്വരവാദികളായ ആളുകൾ കാലങ്ങളായി പറയാറുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള പൊതുയിടങ്ങളാണെങ്കിലും സ്വകാര്യമായ നമ്മുടെ ഖുതുബകളാണെങ്കിലും നമ്മുടെ മദ്രസ സംവിധാനങ്ങളാണെങ്കിലും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ആഖിറവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അത് കേൾക്കാൻ ഇടയാകുന്ന നിരീശ്വരവാദികൾ അതിനെയൊക്കെ പുച്ഛിക്കാറാണ് പതിവ്, അതിനെ പരിഹസിക്കാറാണ് പതിവ്. എന്നാൽ യുക്തിവാദികളുടെ ഭൂമികയിൽ നിന്ന് പോലും ഈ പ്രപഞ്ചത്തിന് അന്ത്യമുണ്ട് എന്ന വാദഗതികളാണ് ആധുനിക കാലഘട്ടത്തിൽ നാം കേട്ടത്.
ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പേര് പറഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ഒരു വ്യക്തിയുണ്ട്. 2018 മരണപ്പെട്ട സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന ഈ നൂറ്റാണ്ടിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പ്രപഞ്ചശാസ്ത്ര മേഖലയിലെ അതികായനായി ജീവിച്ചിരുന്ന, ലോകമൊട്ടാകെ അംഗീകരിക്കപ്പെട്ടിരുന്ന അതികായനായ ഒരു ശാസ്ത്രജ്ഞൻ. ആ 2018 മരണപ്പെട്ട സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന വ്യക്തി അദ്ദേഹം തന്റെ ജീവിതത്തിൽ കണ്ടെത്തിയ ഗവേഷണങ്ങളുടെ വിശകലനമായി ലോകത്തോട് പറഞ്ഞു വെച്ച ചില കാര്യങ്ങളുണ്ട്. ഈ ലോകം ഈ രൂപത്തിൽ അധികകാലം മുന്നോട്ട് പോവില്ല. ഈ പ്രപഞ്ചത്തെയും ഇതിലെ ഗോളങ്ങളെയും ഇതിലെ ഗ്രഹങ്ങളെയും നിലനിർത്തുന്ന ഊർജം അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഊർജം പൂർണ്ണമായി തീർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ന് നിലനിൽക്കുന്ന ഈ രൂപത്തിൽ ഈ ലോകം നിലനിൽക്കുകയില്ല. ഈ ലോകത്തിന് അന്ത്യമുണ്ട് എന്ന് സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന വ്യക്തി പറഞ്ഞപ്പോൾ അത്രയും കാലം മതത്തിന്റെ ഭൂമികയിൽ നിന്ന്, മതത്തിന്റെ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തുള്ള ദൈവവിശ്വാസികൾ പറഞ്ഞതിനെ പുച്ഛിച്ചവർ ഒരു നിമിഷം ധരിച്ചുപോയി, ഒരു നിമിഷം കൗതുകപ്പെട്ടു പോയി. നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ്സ് എന്നത് പരിമിതിയുള്ള വ്യക്തിയാണ്. പക്ഷാഘാതം പിടിപെട്ട് തളർവാദം പിടിച്ച് വീൽ ചെയറിലാണ് സഞ്ചരിക്കുക. ഒരിക്കലും തന്റേതായ കാര്യങ്ങൾ സ്വയമേ ചെയ്യാൻ സാധിക്കാത്ത, ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ച ഒരു സ്പീച്ച് ജനറേഷൻ ഡിവൈസ് എന്ന ഒരു ഉപകരണം അദ്ദേഹത്തിന്റെ വലത് കവിളിലെ നേരിയ പേശികളുടെ ചലനങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ആശയങ്ങൾ, ആഖ്യാനങ്ങള് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ, അദ്ദേഹത്തിന്റെ വീൽ ചെയറിൽ ഘടിപ്പിച്ച ആ സ്ക്രീനിലേക്ക് അക്ഷരങ്ങളായി തെളിയുമ്പോൾ ആ അധികായന്റെ മനസ്സുകളിൽ നിന്ന് കടന്നു വന്ന വാദഗതികൾ ലോകം അംഗീകാരമുള്ള മനസ്സോടുകൂടി സ്വീകരിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി, മനുഷ്യൻ എന്ന നിലക്ക് പലതരം പരിമിതികളുള്ള സ്റ്റീഫൻ ഹോക്കിങ്സ് അത്തരത്തിലുള്ള ഒരു വാദം പറഞ്ഞപ്പോൾ ലോകത്തുള്ള നിരീശ്വരവാദികളായ ആളുകൾക്ക് പോലും മരണാനന്തര ജീവിതത്തിന്റെ സാധ്യതകളെ കുറിച്ച്, സൂചനകളെ കുറിച്ച് ആ രംഗത്ത് പ്രത്യേകിച്ച് ഇസ്ലാം അടക്കമുള്ള പ്രമാണങ്ങൾ, ഇസ്ലാം അടക്കമുള്ള വിശ്വമതം ഈ രംഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ നിരാകരിക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ടായത് ഈ കഴിഞ്ഞ നാളുകളിലെ ഈ ഒരു പതിറ്റാണ്ടിനിടയ്ക്കുണ്ടായ ഒരു സംഭവമാണ് എന്ന് നാം ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പൊതുരംഗത്തുള്ള, ശാസ്ത്രരംഗത്തുള്ള ആരുടെയെങ്കിലും ആഖ്യാനങ്ങളെ നമ്മൾ കാത്തിരിക്കുന്നില്ല. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ ഒരു വിഷയം കൃത്യമായി പഠിപ്പിക്കപ്പെട്ടാൽ അതിനെ സംബന്ധിച്ച് ഗവേഷണങ്ങൾക്ക് കാത്തിരിക്കാതെ, സാമൂഹ്യമായ പ്രതികരണങ്ങൾക്ക് കാതോർക്കാതെ, അതിനെ സംബന്ധിച്ച് ആളുകൾക്കുള്ള സാമൂഹികമായ നിലപാടുകളെ കുറിച്ച് ചിന്തിക്കാതെ ഞങ്ങളിത് സ്വീകരിച്ചിരിക്കുന്നു, വിശ്വസിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു എന്ന ഒരു കൃത്യമായ നിലപാടാണ് ഇസ്ലാമിക സമൂഹം അവരുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കേണ്ടത്. ഈ ഒരു ദൈവികമായ ദർശനം, ആ ദർശനത്തിന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലൂടെ പഠിപ്പിക്കുന്നു. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ മതത്തിന് നേരെ നിങ്ങളുടെ മുഖം തിരിക്കുക, നിങ്ങളുടെ മനസ്സ് തിരിക്കുക, നിങ്ങളുടെ നിലപാട് തിരിക്കുക. എന്താണ് ഈ മതത്തിന്റെ പ്രത്യേകത? ഇവിടെ ചില ആളുകൾ പറയുന്നത് പോലെ 6-ാം നൂറ്റാണ്ടിൽ ഒരു ഗോത്ര സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ആശയങ്ങളാണോ? അല്ല എന്നാണ് അല്ലാഹ് പറയുന്നത്. മനുഷ്യരെ ഏതൊരു പ്രകൃതിയിൽ അല്ലാഹു സൃഷ്ടിച്ചുവോ ആ പ്രകൃതത്തിൽപ്പെട്ടതാണ് അവന്റെ ഈ മതം. ഇവിടെ ആരെങ്കിലും വിചാരിക്കുന്നത് പോലെ എന്തിനാണ് മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത്? 18 വയസ്സിന് മുമ്പ് എന്തിനാണ് ധാർമ്മികതയുടെ പേരിൽ മതവിദ്യാഭ്യാസം കുത്തിവെക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരോടെല്ലാം ഇസ്ലാം പറയുന്നത് മനുഷ്യരുടെ പ്രകൃതത്തിന് യോജിക്കുന്നതാണ് ഇസ്ലാം എന്ന മതം. അത് ഈ മതത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ കാലദേശ വർണ്ണ വർഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ ഇസ്ലാമിനെ പുൽകണം, മനുഷ്യർ ഇസ്ലാമിനെ ഏറ്റെടുക്കണം, അതിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകണം എന്നാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. മൂന്നാമതായി നമ്മുടെ മതവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കേണ്ട, നമ്മുടെ സമൂഹത്തോട് സംവദിക്കേണ്ട ഒരു വസ്തുത അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു.
ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്ന സന്ദേശങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നെറ്റിച്ചുളിച്ചാലും, ആരൊക്കെ വിമർശനങ്ങൾ അഴിച്ചുവിട്ടാലും ഖുർആൻ മനുഷ്യരെ ക്ഷണിക്കുന്നത് ഏറ്റവും ചൊവ്വായതിലേക്കാണ്. അള്ളാഹു പഠിപ്പിച്ച നന്മ തിന്മകൾ, ആ നന്മ തിന്മകളെ വിശകലനം ചെയ്ത് ഇസ്ലാം നന്മയെന്ന് പറഞ്ഞ ഒരു വിഷയം മനുഷ്യവിരുദ്ധമാണെന്ന് തെളിയിക്കാൻ, പ്രകൃതി വിരുദ്ധമാണെന്ന് തെളിയിക്കാൻ, കാലഘട്ടത്തിന് യോജിക്കാത്തതാണെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഇനി ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ അത് ഈ മതങ്ങളൊക്കെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നാണ് ഇവിടെ പല ആളുകളും ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ കലാമിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹം ചോദിക്കുന്നത്, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം, അത് ഹറാമാക്കിയതിലൂടെ മാനവ സമൂഹത്തിന് തീരാ നഷ്ടം, മനുഷ്യർക്ക് പലതും നഷ്ടം എന്ന് ഒരാൾക്കും പറയാൻ സാധിച്ചിട്ടില്ല. ഇസ്ലാം ഹറാമാക്കിയ കാര്യം അത് മനുഷ്യ പ്രകൃതിയുടെ തേട്ടമാണ്, ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്നൊരാൾക്കും പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും ചൊവ്വായതിലേക്കാണ് ഇസ്ലാം മാനവതയെ ക്ഷണിക്കുന്നത് എന്നാണ്. രണ്ട് ഉദാഹരണം സൂചിപ്പിക്കാം. ഒന്ന് പലിശ, മറ്റൊന്ന് ലഹരി പദാർത്ഥങ്ങൾ. പലിശയെ സംബന്ധിച്ച് ഇസ്ലാം അത് നിഷിദ്ധമാക്കുമ്പോൾ അതിനെ സംബന്ധിച്ച് പലർക്കും പലതും പറയാനുണ്ടാകും. അനുകൂലിച്ചും പ്രതികൂലിച്ചും വാഗ്വാദങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ദർശിച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്ന പ്രതിഭാസം ലോക രാജ്യങ്ങളെപ്പോലും പിടിച്ചു കുലുക്കിയപ്പോൾ അന്ന് ലോകത്ത് ജീവിക്കുന്ന പ്രശസ്തരായ പല ധനശാസ്ത്ര വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ലോകത്തോട് പറഞ്ഞു വെച്ച വാചകങ്ങളിലൊന്ന് മനുഷ്യരെ പലിശയുടെ കെടുതിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നാണ്. പലിശ എന്ന സംവിധാനം പാവങ്ങളെ പട്ടിണി പാവങ്ങളാക്കുന്ന, ദരിദ്രരെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് അവരെ തള്ളിവിടുന്ന ഒരു കിരാതമായ ഒരു സംവിധാനമാണ്. ആ പലിശയുടെ കെടുതിയിൽ നിന്ന് മാനവതയെ രക്ഷപ്പെടുത്തേണ്ട നിമിഷങ്ങളാണ് ഈ സംഭവ വികാസങ്ങളെന്ന് ലോകത്ത് ഇസ്ലാം അല്ലാത്ത പ്ലാറ്റ്ഫോമുകളിൽ നിലനിന്നുകൊണ്ട് പലരും പറഞ്ഞതിന് നമ്മുടെ കേരളം പോലും സാക്ഷിയാണ്. മറ്റൊരു വിഷയം, ലഹരി പോലെയുള്ള സംവിധാനങ്ങൾ. ലഹരിക്കെതിരെ ഇന്ന് സംസാരിക്കുന്നത്, ലഹരി നാശമാണ് എന്ന് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മാത്രമല്ല. 2017 18 ആണ് എക്സൈസ് കമ്മീഷണറായിരിക്കവേ ഋഷിരാജ് സിംഗ് കേരളത്തിലെ കലാലയങ്ങളുമായി ബന്ധപ്പെട്ട സർവേയുടെ റിപ്പോർട്ടായി പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ 17 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്ക് നമ്മുടെ വിദ്യാർത്ഥിനികളിൽ 70% ആളുകൾ ലഹരി ആസ്വദിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യാതെ പോകുന്നില്ല. സമൂഹം കെട്ടഴിച്ചു പോകുന്ന ഈ അപകടത്തെ കുറിച്ച് കേരളത്തിന്റെ മണ്ണിൽ ശബ്ദിച്ചത് ഒരു ഇസ്ലാമിക പ്ലാറ്റ്ഫോമിൽപ്പെട്ടവരോ ഒരു മുസ്ലിം സംഘടനയോ അല്ല, മറിച്ച് ഇവിടെയുള്ള മറ്റു ഏജൻസികളും അതോറിറ്റികളുമാണ്. ലഹരി പോലുള്ള സംവിധാനങ്ങൾ നമ്മുടെ തലമുറയുടെ വർത്തമാനത്തെയും ഭാവിയെയും നശിപ്പിക്കുമെന്ന് പറഞ്ഞത് മുസ്ലിമീങ്ങൾ മാത്രമല്ല. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഇസ്ലാം ചൊവ്വായതിലേക്കാണ് ക്ഷണിച്ചത് എന്ന് ഇവിടെയുള്ള പൊതുസമൂഹത്തെ പോലും ഓർമ്മപ്പെടുത്താവുന്ന, ബോധ്യപ്പെടുത്താവുന്ന ഒരുപാട് വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും ഇതിന്റെ അനുബന്ധമായി നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, ഇസ്ലാം എന്ന മതത്തിന്റെ പ്രത്യേകത അത് അള്ളാഹുവിൽ നിന്നുള്ള മനുഷ്യർക്കുള്ള ദൈവിക വ്യവസ്ഥയാണ് എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന മതത്തിലെ നിർദ്ദേശങ്ങൾ ഒരാളുടെ ജീവിതത്തിന്റെ 24 മണിക്കൂറും അയാൾക്ക് പകർത്താനുള്ള, അനുധാവനം ചെയ്യാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരിൽപ്പെട്ട പുതുമുസ്ലിമായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു അവിശ്വാസി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഖദ് അല്ലമകും നബിയുകും അൻ കുല്ലി ഷൈഇൻ ഹത്തൽ ഖിറാഅ. എന്ത് പ്രവാചകനാണ് നിങ്ങൾക്ക്? എന്തൊക്കെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്? ഒരാൾ മലമൂത്ര വിസർജനം ചെയ്താൽ എങ്ങനെയാണ് ശൗചം ചെയ്യേണ്ടത്, വൃത്തിയാക്കേണ്ടത് എന്നൊക്കെയാണോ പഠിപ്പിക്കുന്നത്?
ഇത് കേൾക്കാനാണോ നിങ്ങൾ പോകുന്നത്? ഇത് പറയാനാണോ അദ്ദേഹം വിളിക്കുന്നത്? പരിഹസിച്ചുകൊണ്ടാണ് ചോദ്യം. ആ സമയത്ത് സൽമാനുൽ ഫാരിസ് പേർഷ്യയുടെ മണ്ണിൽ അവിടുത്തെ സംസ്കാരങ്ങളെ നെഞ്ചിലേറ്റി മജൂസിയായി അഗ്നിയാരാധകനായി ജീവിച്ചിരുന്ന ആ വ്യക്തി തന്റെ വിശ്വാസത്തിന്റെ നിരർത്ഥകത തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്ദേശത്തെ നെഞ്ചിലേറ്റിയ ഒരു പുതിയ സ്വഹാബിയാണ്, ഒരു പുതു മുസ്ലിമാണ്. അദ്ദേഹം തന്റെ കൂടെയുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങളോട് വിമർശനങ്ങളോട് പ്രതികരിച്ചത് അജൽ അജൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് മാത്രമല്ല, ഒരാൾ മലമൂത്ര വിസർജനം ചെയ്യുമ്പോൾ എങ്ങനെ വൃത്തിയാക്കണമെന്ന് മാത്രമല്ല, എങ്ങോട്ട് തിരിയണം തിരിയരുത് എന്ന് പോലും ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. ഒരു പരിഹാസത്തോട്, ഒരു വിമർശനത്തോട് ജീവിതഗന്ധിയായ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളെ കുറിച്ച് ആരെങ്കിലും നെറ്റിച്ചുളിച്ച് പറഞ്ഞാൽ അവരുടെ കൂടെ നെറ്റിച്ചുളിക്കുകയല്ല, ചൂളിപ്പോവുകയല്ല. ഈ ആദർശത്തിന്റെ മഹത്വം വിളമ്പാനുള്ള ആർജവമാണ് ഒരു വിശ്വാസിക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ സ്വകാര്യ ഇടങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ഇവിടെ പൊതു ഇടങ്ങളിൽ നിന്നുള്ള ചില വിമർശനങ്ങളെയും അഭിസംബോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇത് മാധ്യമങ്ങളുടെ കാലമാണ്, ദൃശ്യമാധ്യമങ്ങളുടെ കാലമാണ്. ഇവിടുത്തെ ഡോക്ടർ അരുൺകുമാറിനെ പോലെയുള്ള പ്രഗത്ഭരായ മാധ്യമ പ്രവർത്തകർ പലപ്പോഴും മുസ്ലിം സമൂഹത്തോട് പറയാറുള്ള, ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ മതത്തെ പബ്ലിക് സ്പേസിലേക്ക്, പൊതുയിടത്തിലേക്ക്, കലാലയത്തിലേക്ക്, സർക്കാർ ഓഫീസിലേക്ക്, അതേപോലെ ജീവിതത്തിന്റെ സാമൂഹ്യ തലങ്ങളിലേക്ക് എന്തിനാ നിങ്ങൾ നിങ്ങളുടെ മതത്തെ കൊണ്ടുവരുന്നത് എന്ന് വിമർശന ബുദ്ധിയാ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, അദ്ദേഹത്തെ പോലെയുള്ള ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമല്ലാതെ ജീവിക്കുന്നതിൽ അന്തസ് കാണിക്കുന്ന ആളുകൾ, അവരൊക്കെ മനസ്സിലാക്കുന്നത് ഒരു മതരഹിത സെക്യുലറിസം, ഒരു മതരഹിത മതേതരത്വത്തെയാണ് അവരൊക്കെ ഇവിടെ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. അവർ മനസ്സിലാക്കിയത് മതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം, ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ചില മാസങ്ങളിൽ, അതുമല്ലെങ്കിൽ ആരാധനാലയത്തിന്റെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതാണ് മതം എന്നാണ് അവർ തെറ്റിദ്ധരിച്ചത്. അങ്ങനെയും ചില മതങ്ങൾ ഉണ്ടാകാം, അങ്ങനെയും ചില ദർശനങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഇസ്ലാം എന്ന ദർശനം ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും സ്പർശിക്കുന്ന, എല്ലാ അർത്ഥത്തിലും ജീവിത സ്പർശിയായ ഒരു ദർശനമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതരഹിതമാകുന്നതും മതാത്മകമാകുന്നതുമായ സന്ദർഭങ്ങളില്ല. മതത്തോടൊപ്പമുള്ള ഒരു സന്ദർഭവും മതത്തെ അവഗണിച്ചുള്ള സന്ദർഭവുമില്ല. എല്ലാ സന്ദർഭങ്ങളിലും അവൻ തന്റെ മതപരമായ ആ കൽപ്പനകളെ നെഞ്ചിലേറ്റിയാണ് ജീവിക്കേണ്ടത്. സ്വാഭാവികമായും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാത് കൊടുക്കുവാൻ വയ്യ. അതോടൊപ്പം നാം ഓർക്കണം, നാം ജീവിക്കുന്നത് ഫ്രാൻസിലല്ല. ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പബ്ലിക് ഇടങ്ങളിൽ, പൊതു ഇടങ്ങളിൽ മതത്തിന്റെ ചിഹ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മതരഹിത മതേതരത്വം, ഒരു മതരഹിത സെക്യുലറിസം, അതല്ല നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ രാജ്യം അതിന് സ്വാതന്ത്ര്യം ലഭിച്ച ആദ്യ നിമിഷം മുതൽ ഇവിടുത്തെ ഭരണഘടനയുടെ ഭാഗമായി അതിന്റെ സിറ്റിസൻസിന്, അതിന്റെ പൗരന്മാർക്ക് നൽകിയിട്ടുള്ള മൗലികമായ അവകാശങ്ങളിലൊന്ന് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാമെന്ന് മാത്രമല്ല, അത് ആചരിക്കാമെന്ന് മാത്രമല്ല, അത് പ്രബോധനം ചെയ്യാനും അതിനുവേണ്ടി സ്ഥാപനങ്ങൾ പടുത്തുയർത്തുവാനും ഭരണഘടന മൗലികമായ അവകാശങ്ങൾ നൽകിയിട്ടുള്ള മതങ്ങളെ ചേർത്ത് പിടിച്ച ഒരു മതേതരത്വമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അഭിവാദങ്ങളും അനുഷ്ഠാന തീവ്രതയുമായി കടന്നു വന്ന ചില ആളുകൾ നമ്മുടെ വേദികളിൽ പറയാറുള്ള ഇന്ത്യയുടെ മതേതരത്വത്തെ വിമർശിക്കാറുണ്ട്. ഇൽമാനിയ എന്ന അറബിയിലെ വാക്ക് പൊക്കിപ്പിടിച്ച് അത് അറബി ശൈഖന്മാർക്കൊക്കെ കാണിച്ചു കൊടുത്ത് ഇവിടെയുള്ള സലഫികൾ എന്ന് പറയുന്നവർ മതരഹിത സെക്യുലറിസത്തിന്റെ ആളുകളാണ് എന്ന് പറയാൻ ശ്രമിക്കാറുണ്ട്. അത്തരം ആളുകൾ
അവർ പരസ്പരം മൈത്രി ബന്ധം നിലനിർത്തുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ അംഗീകരിച്ചതാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ഇസ്ലാമിക രാജ്യമല്ലാത്തൊരു രാഷ്ട്രത്തിലാണ് അവിടുത്തെ ഭക്ഷ്യവകുപ്പ് കൈകാര്യം ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആദ്യകാലത്ത് ഹിജ്റ പോയവർ നജാശി രാജാവിന്റെ നാട്ടിലേക്ക് ഹിജ്റ പോയത്, അവിടെ പലായനം ചെയ്തത് ക്രൈസ്തവ ആചാരങ്ങളെയും ആദർശങ്ങളെയും സംസ്കാരങ്ങളെയും നെഞ്ചിലേറ്റിയ ക്രൈസ്തവ ഭരണമുള്ള പ്രദേശത്താണ്. അതൊന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതത്തിന് തടസ്സമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി സ്വസ്ഥമായി ജീവിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ അബ്സീനിയയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്. അവർക്ക് അത്തരത്തിലുള്ള ഒരു സാമൂഹിക അവരുടെ മതം ആചരിക്കുവാൻ അനുവാദമുള്ള ഇടങ്ങളിൽ ജീവിക്കുന്നതിന് മതപരമായ തടസ്സങ്ങളില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ആർജവത്തോടെ നമ്മുടെ മതത്തിന്റെ തലങ്ങൾ, അതിന്റെ സംസ്കാരങ്ങൾ നെഞ്ചിലേറ്റ് ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. ഏതെങ്കിലും കലാലയങ്ങൾ പെണ്ണിന്റെ മഫ്ത അഴിക്കണമെന്ന് പറയാൻ കാത്തിരുന്നു കൊണ്ട് മഫ്തകൾ വലിച്ചെറിയുവാൻ ശ്രമിക്കുന്ന സഹോദരിമാർ, ഈ രാജ്യത്ത് ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള ഈ അനുകൂലമായ നിയമങ്ങളും അനുകൂലമായ അവകാശങ്ങളും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിങ്കൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഓർക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇതോടൊപ്പം ഇസ്ലാം പഠിപ്പിക്കുന്ന ദർശനങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ സംഭവം ശൗചം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന വസ്തുതകളെ കുറിച്ച് നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. മതം പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും യുക്തിഭദ്രമായി വിശദീകരിക്കുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. അതിന്റെ കാര്യകാരണങ്ങൾ, അതിന്റെ പ്രസക്തി എന്ത് എന്ന് ഒരുപക്ഷെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ മതത്തിലുണ്ടോ, അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ, അത് സ്വീകരിക്കുവാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അതിന്റെ യുക്തി അന്വേഷിക്കേണ്ടതില്ല. അതിന്റെ കാര്യകാരണങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ അംഗീകരിക്കൂ എന്ന നിലപാടും പാടില്ല. പക്ഷെ നമ്മുടെ ജീവിതകാലത്ത് ചില സംഭവങ്ങളെ കുറിച്ചൊക്കെ ചില സൂചനകൾ നമുക്ക് ലഭിക്കും. ഖത്തറിലെ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ചർച്ചകൾക്ക് ലോകം സാക്ഷിയായ മുഹൂർത്തങ്ങൾ, അനവധി മുഹൂർത്തങ്ങൾ ഖത്തർ വേൾഡ് കപ്പിന്റെ കാലത്തുണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യത്ത് ജീവിച്ച ക്രൊയേഷ്യൻ സ്വദേശിയായ ഡേവിഡ് വുജനിക് എന്ന വ്യക്തി ഖത്തർ വേൾഡ് കപ്പിന്റെ നാളുകളിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പുതുമയായി തോന്നിയ ഒരു അനുഭവം പങ്കുവെച്ചത് കാണാം. പാശ്ചാത്യ ലോകത്ത് മലമൂത്ര വിസർജനം ചെയ്താൽ അവരത് വൃത്തിയാക്കുന്നത് ടിഷ്യൂ ഉപയോഗിച്ചുകൊണ്ടാണ്. അത് മാത്രമാണ് അവരുടെ ശൈലി, അതേ അവർക്ക് ശീലമുള്ളൂ. ഖത്തറിലെത്തിയപ്പോൾ അറബ് രാജ്യങ്ങളിൽ അവിടുത്തെ മലമൂത്ര വിസർജനം നടത്തുന്നതിനുള്ള അത്തരം സ്പേസുകളിൽ പോയാൽ നമ്മുടെയൊക്കെ വീടുകളിലുമൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു ഹാൻഡ് സ്പ്രേ എന്ന് പറയുന്ന, ജെറ്റ് സ്പ്രേ എന്ന് പറയുന്ന ആ സംവിധാനം അവിടെയുണ്ട്. അദ്ദേഹത്തിന് അത് കൗതുകമായി. ഒരാള് മലമൂത്ര വിസർജനം ചെയ്താൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വൃത്തിയാക്കണമെന്ന പേഴ്സണൽ ഹൈജീനുമായി ബന്ധപ്പെട്ട സുചിന്തിതമായ ഒരു ശീലം അറബ് സംസ്കാരത്തിൽ കടന്നു വന്ന ഇസ്ലാമിന്റെ സ്വാധീനത്തെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചത് ആ നാളുകളിലാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ട്വീറ്റുകൾ ആ കാലഘട്ടങ്ങളിൽ വലിയ വൈറലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഞാനിത് സൂചിപ്പിക്കുന്നത് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹുവിനെ കളിയാക്കിയ ഒരു വിമർശകന്റെ ചോദ്യത്തിന്റെ പ്രസക്തിയെ പുതിയ കാലത്ത് ഒരു പക്ഷേ നമുക്കൊക്കെ ഓർത്തെടുക്കുവാൻ സാധിക്കുന്ന ചില മുഹൂർത്തങ്ങൾ നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്ന് സൂചിപ്പിക്കുകയാണ്. പക്ഷേ ഞാൻ അടിവരയിട്ട് ആവർത്തിക്കുന്നു, അങ്ങനെയുള്ള യുക്തികളെ കാത്തിരിക്കരുത്, അങ്ങനെയുള്ള വിശകലനങ്ങളെ കാത്തിരിക്കരുത്, അങ്ങനെയുള്ള ബോധ്യങ്ങളെ കാത്തിരിക്കരുത്. അല്ലാഹ് പറഞ്ഞതാണോ സ്വീകരിക്കുക, റസൂലുള്ള പറഞ്ഞതാണോ സ്വീകരിക്കുക. നമ്മുടെ നാട്ടിൽ പല വിഷയങ്ങളിൽ പ്രമാണങ്ങളിൽ പരിചയപ്പെടുത്തിയ കാര്യങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ കാണാറുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി ഈച്ചയുമായി ബന്ധപ്പെട്ട ഒരു ഹദീസിലെ ഭാഷ്യം, അതിന്റെ ഉള്ളടക്കം വലിയ ചർച്ചകളാണ്. ഈച്ചയുടെ ചിറകിൽ ഒരു ചിറകിൽ രോഗമാണെങ്കിൽ മറുചിറകിൽ അതിന്റെ ഔഷധമുണ്ട് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലെ ഒരു ആശയം, ആ ഒരു ആശയം അതിനെ സംബന്ധിച്ച ഹദീസുകൾ സ്വഹീഹാണെങ്കിൽ സ്വീകരിക്കാനുള്ള മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രബോധ്യങ്ങളെ കാത്തിരിക്കരുത്. എന്നിരുന്നാലും 2018
രസതന്ത്ര മേഖലയിൽ നൊബേൽ സമ്മാനം ലഭിച്ച 2 വ്യക്തികൾ, അവർക്ക് ലഭിച്ച ആ നൊബേൽ സമ്മാനത്തിന് കാരണമായ കണ്ടുപിടുത്തം ഈച്ചയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിലെ പരാമർശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചില സന്ദേശങ്ങളാണ്. ഈച്ച എന്നത് അനേകായിരം രോഗാണുക്കളെ വഹിക്കുന്ന ജീവിയാണ്, രോഗാതുരമായ ചുറ്റുപാടിൽ ജീവിക്കുന്നതാണ്. പക്ഷേ ഈച്ചക്ക് രോഗം ബാധിച്ച് ഈച്ചക്ക് വംശനാശം സംഭവിക്കാത്തത് അത്തരം രോഗം പടർത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിലെ വാചകങ്ങൾ കൂടുതൽ ദൃഢതയോടെ നാം ഓർക്കുകയാണ്. പക്ഷേ ഒരു ഹദീസിനെ സംബന്ധിച്ച് നിലപാട് സ്വീകരിക്കാൻ ഇതുപോലുള്ള ശാസ്ത്ര സന്ദേശങ്ങളെ കാത്തിരിക്കുക എന്നത് മുസ്ലിം സമൂഹത്തിന് യോജിച്ചതല്ല. വിശുദ്ധ ഖുർആനിലും സമാനമായ പരാമർശങ്ങളുണ്ട്. ഒരാൾ നരകത്തിലെത്തിയാൽ അയാളുടെ തൊലി വെന്തു പോകുമ്പോൾ കുല്ലമാ നളിജത് ജുലൂദുഹും ബദൽനാഹും ജുലൂദൻ ഗൈറഹു ലിയദൂഖുൽ അദാബ്, മനുഷ്യ വേദന ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല അവന്റെ തൊലി മാറ്റിക്കൊടുക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പാതിവന്ത അതല്ലെങ്കിൽ ഭാഗികമായി പൊള്ളലേറ്റ ശരീരത്തിൽ തൊലിയുടെ ഭാഗത്ത് വേദനയുണ്ടാകുമെന്നും പൂർണ്ണമായി തൊലി നശിച്ചാൽ, തൊലിപ്പുറം നശിച്ചാൽ വേദന അനുഭവിക്കുവാൻ സാധിക്കുകയില്ല എന്ന ആധുനിക ശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവന വിശുദ്ധ ഖുർആനിൽ നമ്മൾ കാണുമ്പോൾ അത്തരം ശാസ്ത്ര സന്ദേശങ്ങൾ ഇല്ലെങ്കിലും അല്ലാഹു പറയുന്നു, അവരുടെ തൊലി ഞാൻ മാറ്റിക്കൊടുക്കും, അവരുടെ വേദന ഞാൻ അനുഭവിപ്പിക്കുമെന്ന്. ആ കാര്യം ഗണ്യതമായി നസ്സായി പ്രമാണങ്ങളിൽ വന്നാൽ അത് സ്വീകരിക്കുവാനുള്ള മനസ്സും അതിനുള്ള ഒരു തന്റെ ഇടവുമാണ് തീർച്ചയായും നമുക്കുണ്ടാവേണ്ടത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹു പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞത് അത് നമ്മൾ സ്വീകരിക്കുക, ഒഴിവാക്കണമെന്ന് പറഞ്ഞത് നമ്മൾ വർജിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളാണെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കങ്ങളാണെങ്കിലും അവയെ നിഷേധിക്കാത്ത കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അഞ്ചാമതായി ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറയുന്നത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ. ഇതാണ് പ്രവാചകന്മാർ ലോകത്തെ പഠിപ്പിച്ചത്. ആ ഒരു സന്ദേശമാണ് ഭൂമുഖത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ആവർത്തിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളായിരുന്നു. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഇബ്രാഹിം നബിയുടെ ബിംബമുള്ള, ഇസ്മായിൽ നബിയുടെ ബിംബമുള്ള, ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ബിംബങ്ങളില്ല. 300-ൽ പരം വിഗ്രഹങ്ങൾ നാട്ടപ്പെട്ട കഅബാലയത്തിന്റെ അങ്കണത്തിലും പുറത്തും അള്ളാഹുവിനോടും അള്ളാഹുവല്ലാത്തവരോടും പ്രാർത്ഥിച്ചവരോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്നാണ്. അത് പറഞ്ഞതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിർക്കപ്പെട്ടത്. ആ പ്രവാചകൻ പഠിപ്പിച്ച തൗഹീദാണ് കേരളത്തിന്റെ മണ്ണിൽ 1 നൂറ്റാണ്ട് കാലം പ്രബോധനം ചെയ്യുന്ന, പരസ്യമായ ഇടപെടലുകൾ നടത്തുന്ന മുജാഹിദ് പ്രസ്ഥാനവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും, അല്ലാഹ് പറഞ്ഞത് എന്നോട് പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ ചില വലിയമാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നോ, സിദ്ധന്മാരും അതേപോലെ തന്നെ ബീവിമാരും ദിവ്യന്മാരും തങ്ങന്മാരും ഒക്കെയുണ്ട്, അവർക്ക് ഞാൻ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, അവരോടും ചോദിച്ചോളൂ, അവർക്ക് ഞാൻ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. അല്ലാഹു പറഞ്ഞത് ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്നാണ്. ആ സന്ദേശമാണ് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം എന്നാൽ അത് തൗഹീദാണ്. മുജാഹിദ് പ്രസ്ഥാനം എന്നാൽ അത് കിതാബും സുന്നത്തുമാണ്. ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ആദിമ 3 തലമുറകൾ ഇസ്ലാമിന്റെ പ്രമാണത്തെ എങ്ങനെ മനസ്സിലാക്കിയോ ആ ഒരു രൂപത്തിൽ, ആ ഒരു രീതിശാസ്ത്രത്തിൽ പ്രമാണങ്ങളെ മനസ്സിലാക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് പ്രബോധനം ചെയ്യുന്ന ഒരു ആദർശ കൂട്ടായ്മയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഗുണങ്ങൾ. അത് ഈ രാജ്യത്തുള്ള, ഈ നാട്ടിലുള്ള, പ്രത്യേകിച്ച് മലയാള മണ്ണിലുള്ള മുഴുവൻ ആളുകൾക്കും ഉൾക്കൊള്ളാവുന്നതാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ ബഹുമാന്യനായ മുഹമ്മദ് മദനിയോട് പുളിക്കൽ പരിസരങ്ങളിൽ വെച്ച് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകം പലപ്പോഴും
പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദികളിൽ നിന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അദ്ദേഹം മദനിയോട് പറഞ്ഞത്, മദനി, നിങ്ങളുടെ ഈ പ്രസ്ഥാനമില്ലായിരുന്നുവെങ്കിൽ, തൗഹീദും സുന്നത്തും പഠിപ്പിക്കുന്ന, ശിർക്ക് ബിദ്അത്തിന്റെ അപകടം പഠിപ്പിക്കുന്ന ഈ സംഘടനയുടെ പ്രബോധനം ഇല്ലായിരുന്നുവെങ്കിൽ ഈ നാട്ടിലുള്ള സാധാരണക്കാർ ബിംബങ്ങളുടെ മുമ്പിൽ സുജൂദ് ചെയ്യുമായിരുന്നു. അത്തരം ഗതികേടിൽ നിന്ന് ഈ നാട്ടുകാരെ, ഈ സമുദായത്തെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങളുടെ പ്രബോധന പ്രവർത്തനമാണ് എന്ന് മുജാഹിദല്ലാത്ത, ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് ഇല്ലാത്ത, ഇവിടുത്തെ പൊതു ഇടങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിഷ്പക്ഷർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് പറഞ്ഞതിന് നമ്മുടെ സംഘടനയും അതിന്റെ നേതൃത്വവും സാക്ഷിയാണ്. അങ്ങനെയുള്ള ആളുകളുടെ വാക്കുകളും കാത്തിരിക്കേണ്ടതില്ല. എന്തായിരുന്നു? എടവണ്ണ പോലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമുള്ള മണ്ണിൽ ജീവിക്കുമ്പോഴും സുന്നികളുമായി നമുക്ക് ബന്ധമുണ്ട്, സുന്നികളായ കുടുംബാംഗങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഉമ്മമാരുടെ അവസ്ഥ എന്തായിരുന്നു? ഒന്ന് വീഴാൻ പോകുമ്പോൾ എന്റെ ബദരീങ്ങളെ എന്ന് വിളിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ പ്രബോധന പോരാട്ടങ്ങളുമാണ് എന്ന് നാം തിരിച്ചറിയണം. കഴിഞ്ഞ കോവിഡിന് ശേഷം ഓൺലൈൻ രംഗങ്ങളിൽ ധ്യാന കേന്ദ്രങ്ങൾ മാത്രമല്ല, പുരോഹിതന്മാർ കറാമത്തിന്റെ പല കള്ളക്കഥകളും വ്യാപകമായി പറഞ്ഞതിന് അതിനെ കുറിച്ചാണെങ്കിലും മത്സരിച്ച് അവരെ കുറിച്ച് പലതരത്തിലുള്ള കറാമത്ത് കഥകൾ പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. CM മുദബ്ബിറുൽ അംർ, അദ്ദേഹം കണ്ണടച്ചാൽ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും എന്ന് പോലും പറഞ്ഞിരുന്ന അതിവാദങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അതിനെതിരെ സലഫി സമൂഹം, ഇസ്ലാഹി പ്രസ്ഥാനം ശക്തമായി എതിർത്തിരുന്നു. അതിന്റെ ഗുണങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ ഇവിടുത്തെ സമസ്ത സംഘടനകൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. എന്റെ കയ്യിലുള്ളത് കാന്തപുരം വിഭാഗത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവരുടെ പ്രബോധകന്മാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ശില്പശാലയിൽ അവർക്ക് നൽകിയ ചില നിർദ്ദേശങ്ങളാണ്. ഒരുപാട് നിർദ്ദേശങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു നിർദ്ദേശം, വിശ്വാസികളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടുന്നതും സംശയങ്ങൾ ജനിപ്പിക്കുന്നതും സത്യമാണെന്ന് തെളിയിക്കാൻ കഴിയാത്തതും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും സംസാരിക്കരുത്. സർവ്വ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്ന വലിയ പ്ലെയിനുകൾ മുഴുവൻ ഒരു വലിയ കണ്ണ് ചിമ്മിയാൽ കൂട്ടിയെടുക്കും തുടങ്ങിയ വാചകങ്ങൾ സംശയങ്ങൾ ജനിപ്പിക്കും. അത് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞ് പ്രബോധകന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഇടപെടൽ നടത്തുവാൻ അത്തരത്തിലുള്ള സംവിധാനങ്ങളിൽപ്പെട്ട ആളുകൾ നിർബന്ധിതരായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഒരു 2 ആഴ്ചക്കിടയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ FBയിൽ അദ്ദേഹത്തിന്റെ ഒഫീഷ്യലായ അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയ ഒരു കുറിപ്പ് വായിക്കാനിടയായി. ഒരു സാമൂഹ്യ പ്രശ്നത്തെ സൂചിപ്പിച്ചുകൊണ്ട് അതിൽ മുസ്ലിമീങ്ങളുടെ ഭാഗധേയത്വം വേണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുന്നത് വായിക്കാനിടയായി. ഹദീസ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഹോജ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കിതാബിലുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, തെളിവ് സഹിതം പറഞ്ഞാലേ ആളുകൾ അംഗീകരിക്കുന്നു എന്ന സ്ഥിതിവിശേഷം ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാത്തൊരു കാലത്ത് നിന്ന് ദലീല് ചോദിക്കുന്ന, സനദ് ചോദിക്കുന്ന, ഹദീസ് സ്വഹീഹാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥകളിലേക്ക് യാഥാസ്ഥിക കൂടാരത്തിൽപ്പെട്ട ആളുകൾ പോലും എത്തിയ ഒരു കാലഘട്ടത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ നമ്മൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടു. ഈ മലബാറിൽ, മലപ്പുറം അടക്കമുള്ള പ്രവിശ്യകളിൽ സ്ത്രീധനത്തിനെതിരെ നമ്മൾ നടത്തിയ മുന്നേറ്റങ്ങൾ, കേരളമാകെ കൊടുങ്കാറ്റായി സൃഷ്ടിച്ച അത്തരം വിപ്ലവങ്ങൾ മുജാഹിദുകളുടെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നതാണ്. ആയിരങ്ങൾ അണിനിരത്തി സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞകൾ നടത്തിയത്, സാമൂഹിക വിവാഹങ്ങൾ നടത്തിയത്, പണമായി, പണ്ടമായി, പറമ്പായി, വിവാഹ ജോലി വാഗ്ദാനമായി, വിസയായി, ഈ ഒരു സ്ത്രീധനമെന്ന ഏർപ്പാട് മാമൂല് അരങ്ങ് തകർത്ത ഒരു കാലത്ത് 20 വർഷത്തിനിടയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പോലും സ്ത്രീധനത്തെ ന്യായീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ചതിന് കേരളം സാക്ഷിയാണ്. എന്നാൽ അത്തരം അവസ്ഥകളിൽ നിന്നെല്ലാം ഇന്ന് കാലം മാറി. പരസ്യമായി സ്ത്രീധനം ചോദിക്കാൻ ആർക്കും ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് ആ മാമൂല് പല രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്യമായി അത് ചോദിക്കുവാൻ ആർക്കും സാധിക്കാത്തൊരു കാലമാണ്. അത് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീധനത്തിനെതിരെ പറഞ്ഞത്, അതുപോലെയുള്ള വിഷയങ്ങളിൽ പറഞ്ഞതൊക്കെ നല്ലതാണ്.
പക്ഷെ ചില വിഷയങ്ങളിൽ പ്രസ്ഥാനം നിലപാട് പറയുന്നത് ശരിയല്ല എന്ന് നമ്മോട് ഗുണകാംക്ഷ പ്രകടിപ്പിക്കുന്ന ചിലർ വിമർശന ബുദ്ധിയാ പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ജമാഅത്തെ ഇസ്ലാമിയോട് അനുഭാവമുള്ള, അതിന്റെ അംഗമാണോ അല്ലേ എന്നറിയില്ല, അവരോട് അനുഭാവമുള്ള ഒരു വ്യക്തി പറഞ്ഞു, മുജാഹിദുകളെ കളിയാക്കുകയാണ്, നിങ്ങൾ ഇസ്തിഗാസ പറഞ്ഞോളി, തവസ്സുല് പറഞ്ഞോളി, ഹൈദും നിഫാസും പറഞ്ഞോളി, ജിന്നും റുഖയ്യയും പറഞ്ഞോളി, സാമൂഹ്യ വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് എന്ന്. ആരാണ് മുജാഹിദുകൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കുന്നത്? ഇവിടുത്തെ ജമാഅത്തുകാരനാണ്. അവരോട് രണ്ട് കാര്യം പറയാനുണ്ട്. ഒന്നാമത്തേത്, ആളുകളുടെ പൾസ് നോക്കി, ഇവിടത്തെ ഗ്രൗണ്ട് നോക്കിയല്ല മുജാഹിദുകൾ നിലപാട് പറയാറുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയത്തിൽ നിലപാട് പറയുന്നത് നേരായ നിലപാട് വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളുടെ, ആ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്ന ആശയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏത് വിഷയത്തിലും മുജാഹിദ് പ്രസ്ഥാനം ഇടപെട്ടത് അങ്ങനെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അന്നത്തെ ഇടപെടലുകളെ തമസ്കരിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നവരോട് അവരുടെ കാര്യങ്ങൾ നോക്കട്ടെ എന്നാണ് പറയാനുള്ളത്. 941 ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് രൂപീകരിച്ചു. അവർ ആദ്യം പറഞ്ഞ എന്തൊക്കെ വാദങ്ങൾ തിരുത്തി. സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുക്കുന്നത് ഹറാമാണെന്ന് ഫത്വ ഇറക്കി മിമ്പറുകൾ ദുരുപയോഗം ചെയ്ത ജമാഅത്തെ ഇസ്ലാമിക്കാർ മുജാഹിദ് പ്രസ്ഥാനത്തെയാണ് ചോദ്യം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് ഈ രാജ്യത്തെ ഡെമോക്രസിയിൽ, ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സഹകരിക്കാൻ പാടില്ല. സ്ഥാനാർത്ഥിയാകാനോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുവാനോ, എന്തിനധികം യൂണിവേഴ്സിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തി ഒരു സർക്കാർ ജോലി പോലും പാടില്ല എന്ന് പറഞ്ഞവരാണ്. സകല നിലപാടുകളും റദ്ദ് ചെയ്തുകൊണ്ട്, എന്നാലും തങ്ങളെപ്പോഴും ശരിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത്. അവരോടും സർവ്വ വിമർശകന്മാരോടും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, കിതാബിലുള്ളത്, സുന്നത്തിലുള്ളത്, അതിന്റെ സന്ദേശങ്ങളോട് യോജിക്കുന്നത് ഞങ്ങൾ പറയും. ആരുടെയെങ്കിലും അനുകൂലാവസ്ഥ ഞങ്ങൾ കാത്തിരിക്കില്ല. 90കളിൽ സദ്ദാം ഹുസൈൻ ഒരു വികാരമായിരുന്നു. കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും സദ്ദാം നഗറുകൾ, സദ്ദാം ബീച്ചുകൾ, സദ്ദാം പോസ്റ്റുകൾ വ്യാപകമായ ഒരു കാലമാണ്. 90കൾക്ക് ശേഷം ജനിച്ച ചില കുട്ടികൾക്ക് സദ്ദാം ഹുസൈനോടുള്ള ആദരവിനാൽ ആ പേര് പോലും നൽകിയ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു. ആ കാലത്ത് സദ്ദാം ഹുസൈൻ കുവൈത്തിന്റെ മണ്ണിൽ അധിനിവേശം നടത്തിയപ്പോൾ കുവൈത്തിന്റെ കൂടെയായിരുന്നു അമേരിക്ക. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നിലപാട് പറയാൻ പലരും അറച്ചു നിന്നു. ആ കാലത്ത് വ്യവസ്ഥാപിതമായ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ലോകത്താദ്യമായി സദ്ദാം ചെയ്യുന്നത് മാനവ വിരുദ്ധമാണ്, സ്വതന്ത്ര രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന കരാറുകളോടുള്ള ലംഘനമാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞവരായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. അന്നും വിമർശകരുണ്ടായിരുന്നു. പണിതീരാത്ത മുജാഹിദ് പള്ളികൾ നോക്കി ഇവർക്ക് അമേരിക്കയിൽ നിന്നും മറ്റും പല സഹായങ്ങളും കിട്ടാനുള്ളത് കൊണ്ടാണ് ഇവർ സദ്ദാമിനെ തള്ളുന്നത് എന്ന് പരിഹസിച്ചവരാണ്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നത്. മുല്ലപ്പൂ വിപ്ലവമുണ്ടായി. ആ കാലഘട്ടത്തിൽ അൽമനാർ വിചിന്തനം പരിശോധിക്കുക. ടുനീഷ്യയിൽ നിന്ന് കൊടുങ്കാറ്റ് പോലെ തഹ്രീർ സ്ക്വയറിൽ വിപ്ലവ ഗീതം മുഴക്കിയ ആ ഒരു മുല്ലപ്പൂ വിപ്ലവം, അത് വിപ്ലവമായിരുന്നില്ല. അതിന് മുല്ലപ്പൂവിന്റെ വസന്തമുണ്ടായിരുന്നില്ല. ആ മണ്ണ് കൂടുതൽ പ്രയാസങ്ങളിലേക്കാണ് പോയത് എന്ന് ഇന്ന് അംഗീകരിക്കുന്ന പലരും അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വരികളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ എതിർത്തിരുന്നു എന്നാണ്. ഉസാമ ബിൻ ലാദൻ എന്ന ലോകത്തറിയപ്പെട്ട ഒരു ഭീകരവാദി, അദ്ദേഹത്തെ മരുഭൂമിയിലെ ആ ഒരു സിംഹമായി പരിചയപ്പെടുത്തിയത് സുന്നികളുടെ സെൻസിംഗ് ആണ്. ആ സുന്നികൾ അത് പറഞ്ഞ കാലത്തും അല്ലാത്ത കാലത്തും അദ്ദേഹത്തെ പോലുള്ള ഗറില്ല ഫോഴ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ അത് ഭീകരവാദമാണെന്ന് ലോകത്തോട് കൃത്യമായി പറഞ്ഞവരായിരുന്നു. ഇസ്ലാഹി പ്രസ്ഥാനം, ദാഇശ് വന്നു, ISIS വന്നു. ആ കാലഘട്ടത്തിൽ ആർക്കീവുകൾ പരിശോധിക്കുക. കേരളത്തിൽ ആദ്യമായി അത്തരത്തിൽ അബൂബക്കർ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ കടന്നു വന്ന ആ ഒരു കൂട്ടായ്മയ്ക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചത് ഇസ്ലാഹി പ്രസ്ഥാനമാണ്. മുജാഹിദ് പ്രസ്ഥാനം നിലപാടുകൾ പറയുമ്പോൾ ഗ്രൗണ്ട് നോക്കാറില്ല, ആരൊക്കെ പിന്തുണക്കുമെന്ന് നോക്കാറില്ല എന്നതിന്റെ ഉദാഹരണമാണ് അത് എന്ന് നാം മനസ്സിലാക്കുക. ഇതുപോലെ ഓരോ വിഷയം, ഖുർആൻ പരിഭാഷ നോക്കുക. ഇന്ന് മലയാളത്തിൽ 40-ലധികം ഖുർആൻ പരിഭാഷ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മായിൻ കുട്ടിയിളയ മുതൽ മലയാള ഭാഷയിൽ 40-ലധികം പരിഭാഷകൾ പിറന്നിട്ടുണ്ട്. എന്നാൽ പരിഭാഷ പാടില്ല എന്ന് പറഞ്ഞ് അതിനുവേണ്ടി പുസ്തകം ഇറക്കിയത് EK ഹസൻ മുസ്ലിയാരെ പോലുള്ളവരാണ്. അതിന് അംഗീകാരം കൊടുത്തത് കാന്തപുരം
കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പോലുള്ളവരാണ്. എന്നാൽ ആ സംഘടനകളുടെ പ്രതിനിധികൾ ഇന്ന് പ്രചരിപ്പിക്കുന്നത് അവരുടെ തഫ്സീറുകളാണ്. മുജാഹിദുകൾക്ക് പോലും മെസ്സേജുകൾ അയച്ച് ഈ ഗ്രന്ഥം വീടിന് അഭിമാനം, തലമുറക്ക് അമൂല്യനിധി എന്ന് പറഞ്ഞ് അവർ പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷകളും വ്യാഖ്യാനങ്ങളും കേരളത്തിലെല്ലാ വീടുകളിലും വേണം, അത് പഠിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അത്തരത്തിലുള്ള സമൂഹം ഇന്ന് വഴിമാറിയിട്ടുണ്ട് എങ്കിൽ ആ രംഗത്തെല്ലാം മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിരുന്ന നിലപാടുകൾ നാം ആത്മാഭിമാനത്തോടെ ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, ഈ പ്രസ്ഥാനം എതിർക്കപ്പെടാത്ത നാളുണ്ടായിട്ടില്ല, ഈ പ്രസ്ഥാനം വിമർശിക്കപ്പെടാത്തൊരു കാലമുണ്ടായിട്ടില്ല. ഈ പ്രസ്ഥാനത്തെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ കൊണ്ട് തകർക്കാൻ ശ്രമിച്ചവരുടെ കാലം പല കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം പറയുന്നു, ഞങ്ങൾ വിമർശനത്തിന് അതീതമല്ല, നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷെ ഉള്ളത് പറയണം, ഇല്ലാത്തത് പറയരുത്. ഇവിടെ സുന്നികൾ ഒരു കാലത്ത് പറഞ്ഞത് മുജാഹിദുകൾക്ക് ദിക്റില്ല, സ്വലാത്തില്ല, അവർക്ക് മുഅ്ജിസത്തും കറാമത്തും അവർ നിഷേധിക്കുന്നു. എന്തിനധികം മുജാഹിദ് പള്ളിയിൽ പോകുന്നവർ സുജൂദ് ചെയ്യുന്നത് അവരുടെ നെറ്റ് സുജൂദിൽ തട്ടുന്നില്ല. ആ പള്ളിയിൽ കടന്നു വന്ന സ്ത്രീകളെയാണ് അവർ സുജൂദിൽ നോക്കുന്നത് എന്ന് പോലും പറയുന്ന പരിഹാസ്യമായ നുണകൾ പറഞ്ഞൊരു കാലഘട്ടം കേരളത്തിലെ സുന്നികൾക്കുണ്ടായിട്ടുണ്ട്. സുന്നികൾ മാത്രമല്ല, സുന്നികളെ പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് വേറിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ കക്ഷികളും ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ സുന്നികളോടും അല്ലാത്തവരോടും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, കേരളത്തിലെ ഒന്നാമത്തെ മതസംഘടന കേരള മുസ്ലിം ഐക്യ സംഘമാണ്. ഒന്നാമത്തെ പണ്ഡിത സഭ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പിന്നീട് KNM-ഉം ISM-ഉം MSM-ഉം MGM-ഉം എല്ലാം പ്രവർത്തിക്കുന്നത് കിതാബും സുന്നത്തും പഠിപ്പിക്കാനാണ്. കിതാബും സുന്നത്തും മൻഹജ് സലഫ് അനുസരിച്ച് പഠിപ്പിക്കാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അത് ആവശ്യമുള്ളവർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം തന്നെ മതി. എന്നാൽ ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങുന്നുവെങ്കിൽ അവർക്ക് ചില ഹിഡൻ അജണ്ടകളുണ്ട്, പരസ്യമായി പറയാൻ കൊള്ളാത്ത ആദർശങ്ങളുണ്ട്. 1926 ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇറങ്ങിയത് കിതാബും സുന്നത്തും പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായി പറയാൻ കഴിയില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. 1941 ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും 60കളിലും 70കളിലും 80കളിലും CNN പോലെ ചേകന്നൂരിനെ പോലെ പലരും പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിയത് കിതാബും സുന്നത്തും പറയാനാണെങ്കിൽ ഈ പ്രസ്ഥാനം മതിയായിരുന്നു. ഇറങ്ങിപ്പോയത് മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ആ ഗണത്തിലാണ് 2012 ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഇഷ്ടം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കേഡർ സംഘടനയായി നിങ്ങളുടെ മുഴുവൻ അധ്വാനവും ഉപയോഗപ്പെടുത്തി പവർഫുള്ളായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ട് അത് കണ്ട് മഞ്ഞളിക്കാൻ ആദർശബോധമുള്ള മുജാഹിദുകളെ കിട്ടില്ല. കാന്തപുരം സുന്നികൾ നടത്തുന്നത് പോലുള്ള അത്തരം പ്രവർത്തനങ്ങൾ നിങ്ങൾ തന്നെ സ്വീകരിച്ചാൽ മതി. നിങ്ങളോട് പറയാനുള്ളത് കിതാബിലും സുന്നത്തിലും ഉള്ളത് പറയാനാണോ? അതിന് നിങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്ലാറ്റ്ഫോം തന്നെ മതിയായിരുന്നു. എന്നാൽ നിങ്ങൾ ഇറങ്ങിപ്പോയത് ജിന്നിനോടുള്ള സഹായ ചോദ്യം ശിർക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. മാനസിക രോഗികളെ ചികിത്സിക്കാൻ, അവർക്ക് ജിന്ന് ബാധയാണെന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിക്കാൻ അതിന് ചില കേന്ദ്രങ്ങൾ വേണം, തെറാപ്പി യൂണിറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നടക്കില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇറങ്ങിയത്. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ പ്രചരിപ്പിക്കുന്നത്, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സോഷ്യൽ മീഡിയകളിൽ ചിലർ പ്രചരിപ്പിക്കുന്നത് 2016 നടന്ന ഐക്യ കാരണത്താലാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്ന്. 2012 ഇറങ്ങിയവർ എങ്ങനെയാണ് 2016 കാരണം പറയാ? ഇവർക്ക് വല്ല കശ്ഫുണ്ടോ? ഇവർക്ക് അത് അറിയിക്കാൻ മറ്റെന്തെങ്കിലും സംവിധാനമുണ്ടോ? പച്ച നുണകളാണ് അവർ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് ഹദീസ് നിഷേധത്തിന്റെ കൂടാരമാണെന്ന് പറയുന്നവരോട് ഇസ്ലാഹി പ്രസ്ഥാനം ആർജവത്തോട് കൂടി ചോദിക്കുന്നു, ഏത് ഹദീസാണ് മുജാഹിദുകൾ നിഷേധിച്ചത്? ഐക്യമാണെങ്കിലും ഐക്യത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും സ്വഹീഹായ മുഴുവൻ ഹദീസുകളും അംഗീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഐക്യം നടന്നത്. 10 മാസം 6ഓളം യോഗങ്ങളിലൂടെ ഐക്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതിന്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഐക്യം നടക്കുന്നത്. സ്വഹീഹായ ഹദീസുകൾ ഇസ്ലാമിന്റെ 2ാം പ്രമാണമാണ്. ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം സ്വഹീഹായ എല്ലാ ഹദീസുകളും സ്വീകാര്യമാണ് എന്ന വാദം കൃത്യമായി ആയിരങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം അന്തസ്സോടെ ആദർശപരമായി
പരസ്പരമായ യോജിപ്പിലെത്തിയത്. അത് കാണുന്നവർക്ക് കൊഞ്ചനം കുത്താൻ താല്പര്യമുള്ളവർക്ക് അസൂയയുണ്ടാകും. നിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടെങ്കിൽ കിതാബിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക എന്ന പ്രൗഢമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഐക്യമുണ്ടായത്. അതിനപ്പുറം വില കുറച്ച് ചില നുണകൾ PK അഷ്റഫ് മുതൽ താജുദ്ദീൻ ഇസ്ലാഹി മുതൽ വരെ ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ അണികൾക്ക് കൊടുക്കുന്ന ക്യാപ്സൂളായി നിങ്ങളത് കൊടുത്താലും ചരിത്രബോധമുള്ള വർത്തമാന ബോധമുള്ള ആളുകളെ ഇത് പറഞ്ഞ് പൊട്ടീസാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒരൊറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു സംഘടനയുടെ മുന്നേറ്റം അറിയിക്കുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. അവരുടെ സ്ഥാപിത ലക്ഷ്യം അവർ ഇനിയും പറയുന്നുണ്ടോ? അവർ പ്രധാനമായി മറ്റൊരു സംഘടനയിൽ നിന്ന് വേറിട്ട് പോയ ആശയം ഇനിയും പറയാൻ അവർക്ക് ആർജവമുണ്ടോ? ഈ രണ്ട് പോയിന്റാണ്. ഈ രണ്ട് പോയിന്റ് ഇല്ലെങ്കിൽ അവർക്ക് ആർജവമില്ല. കാന്തപുരത്തിന്റെ ചരിത്രം നോക്കൂ. കൊട്ടപ്പുറം സംവാദം ജയിച്ചു എന്നാണ് അവർ പറയുന്നത്. അദ്ദേഹം ഓതിയ വസ്അൽ മൻ അർസൽനാ എന്ന ആയത്ത് മൂക്ക് താഴോട്ടുള്ള ഏതെങ്കിലും ഒരു ഉസ്താദ് മരിച്ചവരോട് സഹായം ചോദിക്കാൻ ഖുർആനിൽ ആയത്തുണ്ടെന്ന് പറഞ്ഞു ഓതാൻ എന്നെങ്കിലും ധൈര്യം കാണിച്ചിട്ടുണ്ടോ? പക്ഷെ അവർ പറയുന്നു അവർ ജയിച്ചു എന്നാണ്. ഈ പത്തപ്പിരിയത്തും അതിനു മുമ്പ് കോഴിച്ചനയിലും പന്നിപ്പാറയിലും നടന്ന സംവാദങ്ങൾ, ആ സംവാദങ്ങളിൽ സൂറത്ത് അനാമിൽ ആയത്ത് ഓതി വലിയ വായിൽ പലതും പറഞ്ഞു നടന്നവർ ഇന്ന് ഈ തർക്ക വിഷയത്തിൽ ഞങ്ങൾക്കുള്ള തെളിവ് സൂറത്ത് അനാമിലെ 128ാമത്തെ ആയത്താണെന്ന് പറയാൻ ആർജവം കാണിക്കാത്തതിന്റെ കാരണം കാന്തപുരത്തെ പോലെ കേവലം അവകാശവാദം മാത്രം ഉന്നയിക്കാൻ അവരുടെ കാലം തീർക്കേണ്ടി വരുമെന്ന പരിഹാസ്യത ഉള്ളത് കൊണ്ടാണ് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വരാനിരിക്കുന്ന മുഴുവൻ ദഅവ മുന്നേറ്റങ്ങളിലും നിങ്ങളുടെ നിസ്സീമമായ സഹകരണവും പിന്തുണയും ഉണ്ടാവണമെന്ന് ആഹ്വാനം ചെയ്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.